எங்க இருக்குன்னா உங்க டீ குடிக்கிறதுக்கு தான் நாங்க கேரளா ஊர்ல வந்திருக்கு. இந்த ஆளு வந்து உங்க ரொம்ப ஃபேனு, உங்க டீயோட ഫാന്, അഡിക്റ്റഡ്. അതിനാല താ അങ്ങ് കേരള ഊർന്ന് വന്നിருக்கு. അപ്പോ എങ്ങനെയാണ് ജിഗർദണ്ഡ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സ്പെഷ്യൽ ഐറ്റാണ്, നോക്കട്ടെ. ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര രൂപ? 65 രൂപ. 2 മതി അല്ലേ? ഓടും കണ്ട 4 ദോശ. അണ്ണന്റെ ദോശ ഓടുന്ന കണ്ടോ, വേറെ ലെവലാട്ടോ. റോബോട്ടിക് സ്പീഡാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ. പവർക്ക് പവറാണല്ലോ അണ്ണാ. ബുൾസൈ എടുത്തിട്ടോ, കരി കേട്ടോ. അപ്പൊ എങ്ങോട്ടാ? നേരെ തമിഴ്നാട്. അപ്പൊ തന്നെയാണല്ലേ ലൈഫ്, വൈബ്. ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ പാലക്കാടൊക്കെ കഴിഞ്ഞ് കോയമ്പത്തൂര്. ഞാൻ ശീലിപ്പിച്ച പരിപാടിയാണ്. അപ്പൊ നേരെ വെച്ച് പിടിക്കാല്ലേ, പോവല്ലേ? അതിന് മുന്നേ ആയിട്ട് നൈസായിട്ടൊന്ന് എല്ലാരും പരിചയപ്പെടുത്തി തരാം. ഒരാളും കൂടി വരാനാണ്. ഇതാണ് ഗൈസ് ചെമ്പൻ വിനോദ്. എടാ കയ്യെടുത്ത് മാറ്റി. എത്ര ദൂരം പോകണ്ടെന്നറിയാം. ബാംഗ്ലൂരൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കണത്. വഴിന്ന് പിടിച്ച് കയറ്റിയതാണ് കേട്ടോ. കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഇവനാണ് ചെമ്പൻ വിനോദ്. വീട് എവിടെ? പാലപ്പുറത്തല്ലേ? പാലപ്പുറല്ലേ? പറഞ്ഞു കൊടുക്കങ്ങടി. എന്താണൊരു മടി പോലെയൊക്കെ. പിന്നെ ഇത് നമ്മളെ ചങ്ക് സുഹൃത്ത്, എന്താ പ്രവാസിയായിരുന്നു, ഇപ്പൊ നാട്ടിലേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ നാട്ടിലുള്ള കാരണമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ നൈസായിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ചങ്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. നമ്മൾ ഒരുപാട് ഒരുമിച്ച് ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ എല്ലാരും ജോലിയായിട്ട് എല്ലാരും വൈബാണ്. നേരെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ? നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ലോറിയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നേരെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാലക്കാട് 5 രൂപയുടെ സ്നാക്സ് ചായയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അത് തപ്പിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടില്ല. തിരക്കായിരിക്കും കേട്ടോ, ഭയങ്കര റഷായിരിക്കും. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അവിടുത്തെ തിരക്ക് കണ്ടില്ലേ? ഏത് കടികൾ എടുത്തു കഴിഞ്ഞാലും 5 രൂപ. ഇവിടുന്ന് എന്തെടുത്തു കഴിഞ്ഞാലും 5 രൂപ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടില്ലേ, സമൂസ, ബോണ്ട, പിന്നെ കായബജി, മുളക് ബജി, പരിപ്പ് വട. ഇതാണ് ഞങ്ങളുടെ പാലക്കാടിൻ്റെ പ്രത്യേകത. സ്നാക്സ് ഒക്കെ ഏകദേശം കാലായിട്ടുണ്ട്. പരിപ്പട മതി എനിക്ക്. കായബജി, ചമ്മന്തി ഇല്ലേ? ചമ്മന്തി എടുക്ക്. പ്ലേറ്റ് എടുക്ക്. കായബജി മതി. ഞങ്ങളിവിടെ പോളിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരേ പോളിങ് ആവും. ഒരു 5 സ്നാക്സ് എങ്കിലും ഇവിടുന്ന് അടിക്കാതെ പോവില്ല. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 കടി കഴിച്ചിട്ട് നേരെ പോവാന്ന് കേട്ടോ. ഇനി നേരെ ബോർഡർ കടന്നാൽ നേരെ കോയമ്പത്തൂര്. കോയമ്പത്തൂര് നമ്മളെ മറ്റേ സ്പോട്ട് പോണ്ടേ, ചായ. പിന്നെ അവിടുന്ന് ചായ കുടിക്കാനുള്ള പരിപാടിയല്ലേ എനിക്ക്? പിന്നെ ഞാനവിടെ ആ സ്പോട്ടിൽ എത്തിച്ചേ. ഇടക്കിടക്ക് പോവാടാ. ഇപ്പൊ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അപ്പൊ കോയമ്പത്തൂര് 100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരു ചായ കുടിക്കാൻ പോവാ അല്ലേ? ഒരു വൈബല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറപ്പെടാൻ പോവാണ് കേട്ടോ. പാലക്കാട് പടകല്ലേ? പാലക്കാട് കഴിഞ്ഞു ചന്ദ്രനഗർ വഴി നേരെ മധുക്കര. ഓക്കെ അല്ലേ? ഓക്കെ. വയറ് കാരണോ? 5 രൂപയുടെ സ്നാക്സ് എത്രണ്ണം കഴിച്ച്? 3 അത്ര കഴിച്ചിട്ടുള്ളൂ. എത്ര കഴിച്ച്? 2. പക്ഷെ 15 കടിക്കുള്ള പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. നേരെ വെച്ച് പടക്കാൻ പോകുന്നത് മധുക്കരയെന്നാണ് നമുക്ക് ടേണിങ് വരുന്നത് കേട്ടോ. നമ്മുടെ ചായ സ്പോട്ട്. ആ ഒരു അണ്ണന് ഭയങ്കര ലാഭമായല്ലോ. ഇടക്കിടക്ക് പോണില്ലേ? അവിടുത്തെ ചായ വേറെ ലെവലാണ്.
അവിടുത്തെ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ വേറെ ഫീലാണ് മക്കളെ, പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ ഈ വിദ്വാനുണ്ടല്ലോ, ഈ വിദ്വാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 ചായയിലും കുടിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നേരെ വെച്ച് പടക്കാം. അങ്ങനെ നമ്മള് ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അതായത് കോയമ്പത്തൂര് 46 കിലോമീറ്റർ ചന്ദനനഗറാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. നേരെ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്തിട്ട് വെച്ച് പടക്കാൻ പോവാണ് അല്ലേ. ഒരേ പട നേരെ മധുക്കര. ചായ അഡിക്റ്റഡ് ആയിട്ടുണ്ട് കോയമ്പത്തൂർ ചായ. ഈ ചായ കുടിക്കേണ്ടവര് ഞാൻ പറയുന്ന റൂട്ടിലൂടെ വന്നായിട്ടാ ഞാൻ പറഞ്ഞത്. ഇന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അവിടുത്തെ ചായ കുടിച്ചിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോട്ടെ, വിഷയമില്ലാത്ത കേസാണ്. ആ ചായയിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കഥ. നമ്മള് കോയമ്പത്തൂർ സിറ്റിയുടെ ഒരു മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഉക്കടം ടൗൺ ആണ്. ഉക്കടം കുളത്തിന്റെ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നല്ല കാഴ്ച കേട്ടോ, അടിപൊളിയല്ലേ കാണാൻ? പൊളിയടാ. ഈ വണ്ടി ടൗൺ ഹാളിലേക്ക്. ഇത് അന്ന് നമ്മൾ വന്ന റൂട്ടല്ല, അത് വേറെ റൂട്ട് പോനെ. നേരെ നമ്മള് ഉക്കടം കുളം കറങ്ങിയിട്ട് ലെഫ്റ്റിക്ക് എടുത്തോ. ലെഫ്റ്റിക്ക് അല്ല, അടുത്ത ജംഗ്ഷനിൽ നമ്മള് ലെഫ്റ്റിക്ക് പോകണം. ചായ കുടിക്കാനുള്ള യോഗല്ലേ? ചായ ഒക്കെ സെറ്റാക്കി തരാ. ഇവിടെ ആകെ സീനാണ്. മറ്റേ ചായക്കടനെ കിട്ടണം പറഞ്ഞിട്ട് ഞങ്ങള് റോങ് റൂട്ട് കയറിയിട്ട് നൈസായിട്ട് മധുക്കരന്ന് കട്ട് ചെയ്യാതെ വിട്ട്. പിന്നെ ആ ചായക്കടനെ കിട്ടണം പറഞ്ഞിട്ട് ആകെ സീനാണ്. ഇപ്പൊ അതിന്റെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ലൊക്കേഷൻ ഒന്നും കിട്ടുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ 2, ഗാന്ധിപുരം 4. ലെഫ്റ്റിക്ക് എടുത്തോ. നെക്സ്റ്റ് ലെഫ്റ്റ്. സ്റ്റോപ്പ് വെച്ചിട്ട് ഗാന്ധിപുരത്തേക്ക് പോട്ടെ. ലെഫ്റ്റിക്ക് കയറി. ലെഫ്റ്റ് എടാ ഇവിടുന്ന് ചായ കുടിക്കട. തൽക്കാലം അടങ്ങ്. ചായ കുടിക്കാൻ വേറെ ചായ ഉണ്ടേ. ഏറ്റവും ടൗണിൽ കൂടെ നമ്മള് പോകുന്നു കേട്ടാ. വണ്ടർഫുൾ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. പോത്തീസ് തങ്കമകലൈ എന്തരയിലൊക്കെ ആവട്ടെ. മനോഹരമായ കാഴ്ചകൾ രാത്രി കാണാൻ കഴിയുന്ന റൂട്ടിലൂടെയാണ് കോയമ്പത്തൂർ നഗരത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഉക്കടം വഴി പോകുന്ന റൂട്ടിലാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാ. അണ്ണാച്ചി ജിഗർദണ്ഡ ഐസ്ക്രീം. തമിഴിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുണ്ടാ. കണ്ട, എനിക്ക് തമിഴൊക്കെ വായിക്കാനറിയാം. 4 ജിഗർദണ്ഡ നോക്കട്ടെ. പൊടി 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 പൊടി. അപ്പോ എങ്ങനെയാണ് ജിഗർദണ്ഡ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടാ. സ്പെഷ്യൽ ഐറ്റാണ്. നോക്കട്ടെ. പായസാണ്, പാലടാണ്. ഇത് വേറെ ടൈപ്പാട്ടോ. എന്നാല് ഗ്ലാസ് വെച്ച്
ഗ്ലാസ്സിലേക്ക് അത് ഐസ് ക്യൂബാടാ. ആ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്. വേറെ ഒന്നല്ല, ഐസ് ക്യൂബാണ്, വേറെ ഒന്നല്ല. ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര റുപ്യ? 65 രൂപ. 2 മതി അല്ലേ? 2 മതിയില്ലേ? ക്യൂബല്ലേ ഇട്ടിട്ടുള്ളൂ. എനിക്കൊന്നാമത് ഐസ്ക്രീമിനോട് വലിയ ക്രേസ് ഇല്ല. പായസാണ് കേട്ടോ, നമ്മുടെ പാലട പായസം. എനിക്ക് ഓക്കെ, പാലട പായസം അല്ലാന്നാ പറയണത്. എനിക്ക് പിന്നെ തൊണ്ടയ്ക്ക് കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീമിനോട് വലിയ ക്രൈസ് ഇല്ല. അതിലേക്ക് ഐസ്ക്രീം ഇട്ട് നമ്മളെ ഫലൂടൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. പാലക്കാട് റൂട്ട് ഏതാണ്? പാലക്കാട് റൂട്ട് നേരെ പോണ ലെഫ്റ്റ് ഹൈവേ. എന്താ എന്ന് വിളിച്ച്? കോഴിമുട്ട എഗ്ഗാണ്. എന്തൊക്കെ സീക്രട്ട് ഐറ്റംസ് ആണ് കേട്ടോ. എഗ്ഗാണത്. ഐ തിങ്ക് ഇറ്റ്സ് എഗ്. ജിൽ ജിൽ ജിഗർദണ്ഡ റെഡി. ജം ജം ജിഗർദണ്ഡ. കേരള ഊരിലേ ഇത് വന്ന് ജിൽ ജിൽ ജിഗർദണ്ഡ എന്നോട് മെനു താ. ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. 2 മതിറാ. ആ എന്തിനാ വെറുതെ 4 കഴിക്കില്ല. ഇനി ഫുഡും കഴിക്കണ്ടേ? മിക്സ് ചെയ്യണം. തേങ്ങയാണ്. പാലട പായസം തന്നെ മരുതാളി. ഞാൻ വെറുതെ പറയില്ല മോനെ, ഇനി ഫുഡ് കഴിക്കണ്ടല്ലേ? എന്തിനാ വെറുതെ 4? അണ്ണാ ഇതോടെ പേര് ജിഗർദണ്ഡ. കൊള്ളാം. എങ്ങനെയുണ്ട്? ഒരു തേങ്ങയില്ല. അത്ര വലിയ സംഭവമൊന്നുമല്ല. നല്ല കുറച്ച് പായസ ഐറ്റംസ് നമ്മളീ ഫീൽഡിൽ കുറച്ച് കാലം നടന്നതാണ്. നമ്മളെ ടീ സ്പോട്ട്, ടീ സ്പോട്ട്. എൻ്റെ പൊന്നോ, കോയമ്പത്തൂർ സിറ്റി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ കൂടെ കയറിയിട്ട് ഒരുപാട് ചുറ്റി അലഞ്ഞിട്ട് ഇവിടുത്തെ ചായ കുടിച്ചിട്ട് കോയമ്പത്തൂർ പട്ടണം വിടുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഇവനും ഇതാ ടീ ബോയ് സ്പോട്ട് കണ്ടാ. ഇതാണ് നമ്മളെ സ്പോട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ ടീ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്പോട്ട്. ഒന്നുകൂടെ നോക്കി വെച്ചോ, ടീ ബോയ്. തൊണ്ടയൊക്കെ ജിഗർദണ്ഡ ഐസ്ക്രീം കുടിച്ചിട്ട് ആകെ സീനായി. തൊണ്ടയൊക്കെ ഭയങ്കര പ്രശ്നമായി. കഴിക്കാൻ വേണ്ടി ഫുഡ് ഫസ്റ്റ് ഫുഡ് കഴിക്കണ്ടേ? വിശക്കണ്ട? ചായ വേണ്ട? ഫുഡാ വേണ്ട? എന്നാ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് എടാ 15 രൂപയ്ക്ക് ദോശ മാത്രം കിട്ടും. ചിക്കൻ കറി, ഞണ്ട് കറി, മീൻ കറി, എന്തൊക്കെ വേണം നിനക്ക്? വാ 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 വാ. ഞങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കണ്ടാ കല്ലിങ്ങനെ ചൂടായി നിൽക്കുകയാണ്. ഓംപ്ലേറ്റ് ഇങ്ങനെ അടുത്ത് വീശിക്കൊണ്ടിരിക്കുക. എന്താ വേണ്ട പറഞ്ഞോ? എന്താ വേണ്ട? വാട്ടയൊന്നും കിട്ടില്ല. ദോശ മതിരാ. ദോശനെ വല്ലാം വേറെ സാധനമല്ല തമിഴ്നാട്ടില്. ഓടും കണ്ട 4 ദോശ. അണ്ണന്റെ ദോശ ഓടുന്ന കണ്ടോ? വേറെ ലെവലാട്ടോ. റോബോട്ടിക് സ്പീഡാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ. പവർക്ക് പവറാണല്ലോ. അണ്ണാ ബുൾസൈ എടുത്തിട്ടോ, കരി കേട്ടോ. ആ ഒരു ഫ്ലോയില് ബുൾസൈ മറക്കണ്ട. സീനാണ്. ഓ അതിലെന്തൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ സീനാണല്ലോ. ഇതെന്തത്? ബൂസ്റ്റോ എന്തത്? ആ എണ്ണ ചമ്മന്തിപ്പൊടി. അണ്ണാ അത് സ്പെഷ്യൽ ദോശ. ഇത് എന്നാ ദോശ? സ്പെഷ്യൽ.
ഓ ചമ്മന്തിപ്പൊടി അല്ലേ ഇട്ട് അണ്ണാ ഞങ്ങക്ക് നോർമൽ ദോശ ആയിട്ടോ അതിൽ നല്ല കറിയൊക്കെ വെച്ചിട്ട് ആ 4 ദോശ വേണം ഞങ്ങക്ക് ഫസ്റ്റ് അതുക്കപ്പുറം സാപ്പിടത്തുക്ക് അപ്പുറം ഇങ്ങനെ ചുട്ടോട്ടേ ഇരിക്കണം അല്ലേ ആ ഓക്കെ നോൺ വെജാ അത് പിടിக்கலாம் ആദ്യം അണ്ണന്റെ സ്കില്ലൊന്ന് ഷൂട്ട് ചെയ്തിട്ടണ്ണാ അണ്ണന്റെ സ്കില്ല് എനിക്ക് കൊഞ്ചം പാക്ക് വേണം എന്നോട് സബ്സ്ക്രൈബേഴ്സ്ക്ക് പാക്ക് വേണം എന്ത് അത് വന്ന് ഉങ്ക സ്കില്ല് ആ പൊളിച്ചു അണ്ണന്റെ സ്കില്ല് അണ്ണൻ ദോശ ഇങ്ങനെ എടുത്ത് എറി ആ വാ എടുക്കടാ അതില് വെജ് കുറുമ എന്തായാലും വെച്ചോട്ടെ ഇവൻ വെജിറ്റേറിയൻ സാമ്പാർ ഏതാവത് കൊടുങ്ങണ്ണ ഞാൻ വന്ന് വെജിറ്റേറിയൻ എങ്ങൾക്ക് ഞണ്ട് കറി തൊണ്ട് കറി എന്താ വേണ്ട ചിക്കൻ കറി எங்க இருக்குன்னா உங்க டீ குடிக்கிறதுக்கு தான் நாங்க கேரளாவில் வந்திருக்கு இந்த ஆளு வந்து உங்க ரொம்ப ஃபேனு உங்க டீயோட ஃபேனு அடிக்டடு அதனால தான் அங்க கேரளாவிலிருந்து வந்திருக்கு ஆ நாங்க லொக்கேஷன் ராங் ஆகி அந்த ரூட்டெல்லாம் போயிடுச்சு ஆனா என்னோட வீடியோ மும்பത്തെ வீடியோ எல்லாம் பார்த்து அதனோட லொக்கேஷன் எல்லாம் பார்த்து அதனால தான் இங்க வந்திருக்கு உங்க டீ சாப்பிட்றதுக்கு ஃபர்ஸ்ட் ஏதாவது சாப்பிட்டதுக்கு அப்புறம் உங்க டீ வந்து ரைட் குடிக்கலாம் ஓகே ஹாப்பி இதாண்டா ഇവിടെ പോളിങ് തുടങ്ങി അണ്ണ എന്റെ ദോശ അവിടെ കൃത്യമായി പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു നിമിഷത്തിന്റെ പുറത്ത് ഇറങ്ങിത്തിരിക്കുന്ന യാത്രകൾക്കായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിക്കാനാകുന്നത് വെറും ഒരു 10 രൂപയുടെ ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് 1500 രൂപ പെട്രോൾ അടിച്ചുകൊണ്ട് 100 കിലോമീറ്റർ യാത്രയും ചെയ്ത് ആ ഒരു നഗരത്തിൽ കോയമ്പത്തൂർ നഗരത്തിൽ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അവസാനം ആ ലക്ഷ്യസ്ഥാനത്തെത്തി ആ ഒരു ചായ കുടിച്ചപ്പോൾ കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. നൈറ്റ് ലൈഫും ചായയും നല്ലൊരു സൗഹൃദ കൂട്ടുകെട്ടും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് മനോഹരമായിട്ടുള്ള വീഡിയോസുകളായിട്ട് കാണുന്നവരേക്ക് തൽക്കാലത്തേക്ക് സലാം പറയുന്നു. ബൈ ബൈ.